നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 24 തീയതിയാണ്, ബുധനാഴ്ചയാണ്, ധനു 9 ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു മാഫിയയുടെ പങ്കിന് തെളിവായി മൊഴി ലഭിച്ചതിന് പിന്നാലെ പ്രതികളുമായി ബന്ധമുള്ള ചെന്നൈ വ്യവസായി ഡി മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു. പണം കൈമാറാൻ വ്യവസായി തിരുവനന്തപുരത്ത് ഉന്നതനെ കണ്ടെന്നും പോറ്റി ഇടനിലക്കാരനായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നും വിവരം. വിദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ SIT അനുമതി തേടിയേക്കും. കൊച്ചി കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലി എറണാകുളം UDFൽ പടലപ്പിണക്കം. മേയറായി പരിഗണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കിയതിനു പിന്നാലെ ദീപ്തി മേരി വർഗീസിന് പിന്തുണയുമായി മാത്യു കുഴൽനാടൻ MLA. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിൽ ലീഗിന് കടുത്ത അതൃപ്തി. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്ന് അകലുന്നെന്ന് എറണാകുളത്തെ CPIMൽ വിമർശനം. ചെറുപ്പക്കാരെ ആകർഷിക്കാനാകുന്നില്ലെന്ന് ജില്ലാ കമ്മിറ്റിയിൽ വിലയിരുത്തൽ. ഇതാണ് നിലയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിസന്ധി ഉണ്ടാകുമെന്ന് വിമർശനം. SIR കരട് വോട്ടർ പട്ടികയിൽ പരാതികളും ആക്ഷേപങ്ങളും ഇന്നു മുതൽ നൽകി തുടങ്ങാം. പട്ടികയിൽ നിന്ന് പുറത്തായോ എന്ന് പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിയോജകമണ്ഡലം ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിക്കാം. കരട് പട്ടികയിൽ നിന്ന് പുറത്തായത് 24.08 ലക്ഷം വോട്ടർമാർ. പേരില്ലാത്തവർക്കുൾപ്പെടെ ജനുവരി 22 വരെ പരാതികൾ അറിയിക്കാം. വകുപ്പുകളിലെ പദ്ധതി പുരോഗതി സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് മുന്നിൽ മന്ത്രിമാർ ഇന്ന് പ്രസന്റേഷൻ നടത്തും. അവതരിപ്പിക്കുക അടുത്ത 2 മാസത്തിനകം പൂർത്തിയാകുന്ന പദ്ധതികൾ സംബന്ധിച്ചും പുതുതായി തുടങ്ങുന്ന പദ്ധതികളെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ. രാവിലെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും അവതരണം. PM ശ്രീ പദ്ധതി പുനഃപരിശോധിക്കുന്നതിന് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ തീയതിയും ഇന്ന് തീരുമാനിക്കും. ISROയുടെ LVM-3M6 വിക്ഷേപണം ഇന്ന്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണ തറയിൽ നിന്നും വിക്ഷേപണം. രാവിലെ 8:45 വിക്ഷേപണം. LVMന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭാരം കൂടിയ വിക്ഷേപണമാണിത്. ദൗത്യത്തിന്റെ ലക്ഷ്യം ഭൂമിയുടെ താഴ്ന്ന ഭ്രമണ പഥത്തിലേക്ക് കുതിക്കുന്ന ഉപഗ്രഹത്തിൽ നിന്നും നേരിട്ട് മൊബൈലുകളിലേക്ക് 4G, 5G സേവനങ്ങൾ ലഭ്യമാക്കുക. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈലിന്റെ വരും തലമുറ വേർഷൻ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യ. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മിസൈൽ ലക്ഷ്യങ്ങളെ കൃത്യമായി ഭേദിച്ചെന്ന് DRDO. തദ്ദേശീയമായി വികസിപ്പിച്ച RF സീക്കർ ഉപയോഗിച്ചായിരുന്നു വ്യോമ പ്രതിരോധ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയത്. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തിരുവനന്തപുരം വിഴിഞ്ഞം വാർഡിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 3 മുന്നണികൾക്കും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് 9 പേർ. വിജയിക്കാനായാൽ UDF കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി സീറ്റ് നേടുമെന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാനാകും. മണ്ഡലപൂജയ്ക്ക് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. ഇന്നലെ ദർശനത്തിനെത്തിയത് 96,668 തീർത്ഥാടകർ. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. തങ്കയങ്കി ഘോഷയാത്ര 26 ഉച്ചയ്ക്ക് 1:30 പമ്പയിലും ദീപാരാധനയ്ക്ക് മുൻപ് സന്നിധാനത്തുമെത്തും. കായിക പ്രേമികൾക്ക് ആവേശമായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഇന്ന് കേരളത്തിലെത്തും. ടീമുകളെത്തുന്നത് ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾക്കായി. ഈ മാസം 26, 28, 30 തീയതികളിലായി മത്സരങ്ങൾ നടക്കുക. കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ. മലപ്പുറത്ത് പലയിടത്തും ഭൂമി കുലുങ്ങിയതായി നാട്ടുകാർ. വലിയ ശബ്ദവും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന കുലുക്കവും അനുഭവപ്പെട്ടു. കോട്ടയ്ക്കൽ, വേങ്ങര, ഇരിങ്ങല്ലൂർ, ഊരകം തുടങ്ങിയ സ്ഥലങ്ങളിൽ കുലുക്കം അനുഭവപ്പെട്ടത് രാത്രി 11:30. ഭൂമി കുലുക്കമെന്ന് പറയാനാകില്ല, തീവ്രത കുറഞ്ഞ പ്രകമ്പനം മാത്രമെന്ന് അധികൃതർ. പാലക്കാട് നെന്മാറയ്ക്കടുത്ത് ചാത്തമംഗലത്ത് എഴുന്നള്ളത്തിനിടെ ആന ഇടഞ്ഞോടി. സംഭവം ചാത്തമംഗലം ഗണപതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്കിന്റെ എഴുന്നള്ളത്തിനിടെ. തോട്ടത്തിലേക്ക് കയറിയ ആനയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം കടക്കാവൂർ വക്കം റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേ ഭാരത് ട്രെയിന് മുന്നിൽ ഓട്ടോ ഓടിച്ചു കയറ്റി യുവാവിന്റെ പരാക്രമം. ഓട്ടോ ഓടിച്ചിരുന്ന കല്ലമ്പലം സ്വദേശി സുധി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത റെയിൽവേ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. കേരളത്തിലെ പ്രധാന വാർത്തകൾ.
കണ്ണൂർ എടയന്നൂരിൽ അമ്മയും രണ്ടു മക്കളും സഞ്ചരിച്ച സ്കൂട്ടിയും കാറും കൂട്ടിയിടിച്ച് അമ്മയും മകനും മരിച്ചു. കൂടെയുണ്ടായിരുന്ന മറ്റൊരു മകൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. അപകടം ഇന്നലെ ഉച്ചയോടെ. തൃശൂർ വടക്കാഞ്ചേരി ന്യൂ രാഗം തിയേറ്ററിൽ തീപിടുത്തം. തിയേറ്ററിലെ സ്ക്രീനിന്റെ ഭാഗത്ത് തീപിടുത്തമുണ്ടായത് രാത്രി 9 മണിയോടെ. ഉടനെ ആളുകളെ ഒഴിപ്പിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. വാഹനാപകടത്തിൽ പരിക്കേറ്റ ഗുരുതരാവസ്ഥയിലായ കൊല്ലം സ്വദേശി ലിനുവിന് വഴിയരികിൽ ശസ്ത്രക്രിയ നടത്തിയ യുവ ഡോക്ടേഴ്സിനെ അഭിനന്ദിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. ഡോക്ടർമാരുമായി ഗവർണർ നേരിട്ട് സംസാരിച്ചു. ഡോക്ടർമാരെ ലോക്ഭവനിലേക്ക് ഗവർണർ ക്ഷണിക്കുകയും ചെയ്തു. ചികിത്സയിലിരിക്കെ ലിനു ഇന്നലെയാണ് മരിച്ചത്. ലിനുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് പത്താംകല്ലിന് സമീപം വാഹനാപകടത്തിൽ അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം. മരിച്ചത് അരുവിക്കര സ്വദേശികളായ പ്രേമകുമാരി, മകൻ ഹരികൃഷ്ണൻ എന്നിവർ. പിക്കപ്പ് വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ തൃശൂർ കുന്നംകുളത്ത് SFI ABVP സംഘർഷമുണ്ടായത് കുന്നംകുളം കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ 5 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. തിരുവനന്തപുരം കണിയാപുരത്ത് KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കഴക്കൂട്ടത്ത് നിന്ന് മാറ്റിങ്ങൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ അമിത വേഗത്തിൽ എതിരെ വന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കോഴിക്കോട് കുണ്ടുങ്ങലിൽ 15 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയതിന് ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെതിരെ പോക്സോ കേസ്. ചമ്മങ്ങാട് പോലീസ് കേസെടുത്തത് വയനാട് സ്വദേശിക്കെതിരെ. യുവാവിന്റെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച അന്വേഷണം. വ്യത്യസ്തമായ പ്രമേയവുമായി മനീഷ് ശർമ്മയുടെ സംവിധാന മികവിൽ വീണ്ടും ഒരു സൃഷ്ടി കൂടി. SNES കോളേജ് ചിത്തുകടവ് ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾ തന്നെ അണിനിരുന്ന മനോഹരമായ ഷോർട്ട് ഫിലിം കാലിക്കറ്റ് ജില്ലാ കളക്ടർ യൂട്യൂബിൽ ഔദ്യോഗികമായി റിലീസ് ചെയ്തു. ലഹരി ഉപയോഗവും തുടർന്നുണ്ടാകുന്ന ആഘാതവും വ്യത്യസ്തമായ രീതിയിൽ പറയുന്ന ഷോർട്ട് ഫിലിം ആണിത്. 24 ന്യൂസ് എരുമപ്പെട്ടി മേഖലാ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടിയെ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം നൽകി ആദരിച്ച് വേലൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറിൽ പുരസ്കാരം നൽകി. പ്രശസ്ത പ്രവാസി എഴുത്തുകാരൻ പ്രേമൻ ഇല്ലത്തുതാഴത്തിന് കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെൻട്രൽ ലൈബ്രറി ആദരിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ അധ്യക്ഷനായി. മുതിർന്ന മാധ്യമപ്രവർത്തകനും ചലച്ചിത്ര സംവിധായകനുമായ EM അഷ്റഫും ചടങ്ങിന്റെ ഭാഗമായി. 6ാമത് മുംബൈ ഇൻഡി ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയായി മലയാള ചിത്രം റോട്ടൻ സൊസൈറ്റി. ഇന്ത്യയുടെ സമകാലിക പ്രശ്നങ്ങളെ നർമ്മം കലർത്തി SS വിഷ്ണുദേവാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും. അജയ് തുണ്ടത്തിലാണ് PRO. പലാർപ്പാടം ബസിലിക്കയിലെ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്മസ് വിളംബര റാലി സംഘടിപ്പിച്ചു. പനമ്പുകാട് സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച റാലി വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. 200-ലേറെ പാപ്പാന്മാർ, പരമ്പരാഗത കലാരൂപങ്ങൾ, ടാബ്ലോകൾ തുടങ്ങിയ കലാരൂപങ്ങൾക്കൊപ്പം ഇടവകയിൽ നിന്നുള്ള നിരവധി പേർ റാലിയിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കൊച്ചിൻ ഫ്ലവർ ഷോയ്ക്ക് ഇന്ന് മറൈൻ ഡ്രൈവ് മൈതാനത്ത് തുടക്കമാകും. സമാപനം ജനുവരി 4-ന്. ദക്ഷിണേന്ത്യയിലെ തന്നെ മികച്ച പുഷ്പോത്സവങ്ങളിലൊന്നാണ് കൊച്ചിൻ ഫ്ലവർ ഷോ എന്ന് സംഘാടകർ. ഇനി പ്രധാന അറിയിപ്പുകൾ. നീലഗിരി ജില്ലയിൽ അടുത്ത മാസം 7-ന് പൊതു അവധി പ്രഖ്യാപിച്ചു. അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലയിലെ ബഡുഗ സമുദായക്കാരുടെ ഹെത്തയമ്മൻ ഉത്സവത്തോടനുബന്ധിച്ച്. പകരം ജനുവരി 24 പ്രവൃത്തി ദിനമായിരിക്കും. തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തവനൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിൽ പാർട്ട് ടൈം സ്റ്റുഡന്റ് കൌൺസിലറുടെ ഒഴിവ്. അഭിമുഖം അടുത്ത മാസം 7-ന് രാവിലെ 10-ന്. MG സർവകലാശാലയിലെ ഡയറക്ടറേറ്റ് ഫോർ അപ്ലൈഡ് ഷോർട്ട് ടേം പ്രോഗ്രാംസ് നടത്തുന്ന ഹ്രസ്വകാല കോഴ്സായ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ പ്രൊഫഷണൽ ബേക്കറി ആൻഡ് കോൺഫെക്ഷണറി ആർട്സിൽ അപേക്ഷിക്കാം. യോഗ്യത +2. അടുത്ത മാസം 5 വരെ അപേക്ഷിക്കാം. കോന്നി മെഡിക്കൽ കോളേജിന്റെ നഴ്സിംഗ് കോളേജിൽ ക്ലാർക്കിനെ നിയമിക്കുന്നു. യോഗ്യത ബിരുദം. മലയാളം, ഇംഗ്ലീഷ്, ടൈപ്പ് റൈറ്റിംഗ്, എക്സാമിനേഷൻ റെക്കോർഡിംഗ് അറിയുന്നവർക്ക് മുൻഗണന. അഭിമുഖം 26-ന് രാവിലെ 11 മണിക്ക്.
പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾക്ക് CDS മുഖേന ജാമ്യരഹിത വായ്പ നൽകുന്നു. വായ്പ നൽകുന്നത് സ്വയം തൊഴിൽ ചെയ്യുന്നത്. പട്ടികജാതി വിഭാഗത്തിന് 1.3 ലക്ഷം രൂപയും പട്ടികവർഗ വിഭാഗത്തിന് 1 ലക്ഷം രൂപയും നൽകും. ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷനിൽ ഗേറ്റ്മാൻ തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. റെയിൽവേ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകളുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 50 വയസ്സ്. അപേക്ഷയും അനുബന്ധ രേഖകളും അടുത്ത മാസം 3-നകം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. കൊല്ലം മനയിൽക്കുളങ്ങര സർക്കാർ വനിതാ ITIയിൽ ഡ്രസ് മേക്കിംഗ് ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം. അഭിമുഖം ഈ മാസം 31-ന്. പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് കൊല്ലം ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഓവർസിയറെ നിയമിക്കുന്നു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രതിമാസ വേതനം 21,070 രൂപ. കേരള സർവകലാശാല അറബി വിഭാഗം നടത്തുന്ന അറബിക് ടൈപ്പിംഗ് കോഴ്സിൽ സീറ്റൊഴിവ്. യോഗ്യത SSLC. പ്രായപരിധിയില്ല. കോഴ്സ് കാലാവധി 3 മാസം. 26-ന് മുൻപായി കാര്യവട്ടത്ത് അറബി പഠന വകുപ്പിൽ അപേക്ഷ നൽകണം. കൊല്ലം സെന്റർ ഫോർ സോഷ്യോ സൈക്കോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ നടപ്പാക്കുന്ന സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിപ്ലോമ സൈക്കോളജി കോഴ്സുകൾക്ക് അപേക്ഷ നൽകാം. വിദ്യാഭ്യാസ യോഗ്യത +2. അവസാന തീയതി 31. ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ക്രിസ്ത്യൻ ദേവാലയം സന്ദർശിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കത്തീഡ്രൽ ചർച്ച് ഓഫ് ദ റിഡംഷനിൽ. ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. വിജയ് മല്യയോട് മടങ്ങിയെത്താൻ ബോംബെ ഹൈക്കോടതി. ആദ്യം തിരിച്ചുവരണമെന്ന വിജയ് മല്യ നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെ കോടതി മല്യ ഹർജി നൽകിയത് തന്നെ പിടികിട്ടാപ്പുള്ളിയായ സാമ്പത്തിക കുറ്റവാളിയെന്ന് പ്രഖ്യാപിച്ചതിനെതിരെ. ഗോവ നൈറ്റ് ക്ലബ് തീപിടുത്ത കേസിൽ 2 പ്രതികൾക്ക് ജാമ്യം. കസ്റ്റഡിയിൽ തുടരുന്ന ലൂത്ര സഹോദരന്മാരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. തീപിടുത്തം എങ്ങനെയുണ്ടായി, സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചില്ലേ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ നീക്കം. ചെന്നൈയിലെ നവീകരിച്ച വിക്ടോറിയ പബ്ലിക് ഹാൾ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. 1888-ൽ നിർമ്മിച്ചതാണ് വിക്ടോറിയ ഹാൾ. സഞ്ചാരികൾക്കായി ഓൺലൈൻ ബുക്കിംഗും ആരംഭിച്ചു. ഹരിയാനയിൽ CSIR നെറ്റ് ചോദ്യപേപ്പർ ചോർത്തി വിൽക്കാൻ ശ്രമം. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. 3 മുതൽ 4 ലക്ഷം രൂപയ്ക്ക് വരെയാണ് ചോദ്യപേപ്പർ വിൽപ്പന. 37 ഉദ്യോഗാർത്ഥികളെ ചോദ്യം ചെയ്യും. ബീഹാറിൽ 31 IPS ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം. 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. മധുര തിരുപ്പറൻകുണ്ട്രം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനുള്ള നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം നീക്കി. കർശന ഉപാധികളോടെ ഇന്നലെ മുതൽ വിശ്വാസികൾക്ക് പ്രവേശനം അനുവദിച്ചു. 3 ആഴ്ചയോളം ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം തടഞ്ഞത് ഉച്ചപ്പിള്ളയാർ ക്ഷേത്രത്തിലെ കാർത്തിക ദീപ വിവാദത്തെ തുടർന്ന്. തമിഴ്നാട്ടിലെ ക്വാറികളിലെ ഖനനവും ചരക്കു നീക്കവും നിരീക്ഷിക്കുന്ന ട്രാക്കിംഗ് സംവിധാനം വരുന്നു. 2026 മാർച്ച് 31-ഓടെ സംവിധാനം സജ്ജമാകുമെന്ന് സർക്കാർ ഇക്കാര്യം അറിയിച്ചത് മദ്രാസ് ഹൈക്കോടതിയിൽ. കഠിനമായ തണുപ്പ് കാരണം ബീഹാറിലെ സ്കൂളുകൾ അടച്ചു. കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നീക്കമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചു. 2025 ഡിസംബർ 26 വരെ അംഗനവാടി കേന്ദ്രങ്ങൾക്കൊപ്പം 8ാം ക്ലാസ് വരെയുള്ള എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകളും അടച്ചിടാൻ പട്ന ജില്ലാ മാജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. തമിഴ്നാട്ടിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ 12 തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു. രാമേശ്വരം സ്വദേശികളാണ് അറസ്റ്റിലായത്. ഇവരുടെ ബോട്ടും നാവികസേന കസ്റ്റഡിയിലെടുത്തു. പുതുച്ചേരിയിലെ അനധികൃത മരുന്ന് നിർമ്മാണവും വിതരണവും സംബന്ധിച്ച കേസ് CBIയോ NIAയോ അന്വേഷിക്കണമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാസനാഥൻ. വിവിധ സംസ്ഥാനങ്ങളിലെ റാക്കറ്റുകൾ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന പ്രതികരണം. രാജ്യവ്യാപക അന്വേഷണം വേണമെന്നും ലഫ്റ്റനന്റ് ഗവർണർ. തമിഴ്നാട് ആളിയാർ ചെക്ക് പോസ്റ്റിലെ പാസ് സിസ്റ്റത്തെക്കുറിച്ച് പരിശോധിക്കാൻ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. മദ്രാസ് ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. ഹൈക്കോടതി ഇടപെടൽ പാസ് സംബന്ധിച്ച പരാതികൾ ലഭിച്ച സാഹചര്യത്തിൽ. ഊട്ടി കൂനൂരിലെ ഡോൾഫിൻസ് നോസ് വ്യൂ പോയിന്റ് സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. അറ്റകുറ്റപ്പണികൾക്കായി സെപ്റ്റംബറിലാണ് കേന്ദ്രം അടച്ചത്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിച്ച അണ്ണാ DMKയും BJPയും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും ADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയും സീറ്റ് വിഭജനം സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ നടത്തി.
മലയാളി CISF ഉദ്യോഗസ്ഥൻ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു. മരിച്ചത് ചേർത്തല സ്വദേശി റെന്നീസ്. രാജ്കോട്ട് എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന റെന്നീസ് അപകടത്തിൽപ്പെട്ടത് നാട്ടിലേക്കുള്ള യാത്രക്കിടെ. രാജ്യാന്തര വാർത്തകൾ. യമൻ ഭരണകൂടവും ഹൂതികളും തമ്മിൽ തുടരുന്ന തർക്കങ്ങളിൽ പുതിയ ധാരണ. ഇരുപക്ഷത്തുമുള്ള തടവുകാരെ വിട്ടയക്കാൻ മസ്കറ്റിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ ധാരണയായി. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഇരുപക്ഷത്തും തടവിൽ കഴിയുന്നത് ആയിരക്കണക്കിന് ആളുകൾ. ഗാസ മുനമ്പിൽ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. ഗാസയിലെ നഹൽ യൂണിറ്റുകൾ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണെന്നും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ്. പ്രസ്താവന വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ഹമാസ്. റഷ്യൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 യുക്രൈൻ സ്വദേശികൾ കൊല്ലപ്പെട്ടു. ആക്രമണം യുദ്ധം അവസാനിപ്പിക്കാൻ US-ന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ 200-ലധികം ദക്ഷിണ സുഡാനീസ് പൌരന്മാരെ നാടുകടത്താനുള്ള തീരുമാനത്തിനെതിരെ കേസ് ഫയൽ ചെയ്ത് കുടിയേറ്റ അവകാശ വക്താക്കൾ ബോസ്റ്റൺ ഫെഡറൽ കോടതിയിൽ കേസ് നൽകി. ജനുവരി 25-ന് ശേഷം US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി നിയമവിരുദ്ധമായി താൽക്കാലിക സംരക്ഷണ പദവി നഷ്ടപ്പെടുത്തുന്നുവെന്ന് പരാതി. സ്ലോവാക്യയുടെ പ്രതിരോധ മന്ത്രാലയവുമായി കരാറിൽ ഒപ്പുവച്ചു. ആയുധ വെടിക്കോപ്പ് നിർമ്മാതാക്കളായ ചെക്കോസ്ലോവാക് ഗ്രൂപ്പ് ഒപ്പുവച്ചത് 1.03 ബില്യൺ യൂറോയുടെ കരാറിൽ. ഗാൽവെസ്റ്റണിനടുത്തുള്ള ടെക്സസ് തീരത്ത് മെക്സിക്കൻ നാവികസേനാ വിമാനം തകർന്ന് 2 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 5 പേർ മരിച്ചു. അപകടം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ. വിമാനം പുറപ്പെട്ടത് തെക്കൻ മെക്സിക്കൻ നഗരമായ മെറിഡയിൽ നിന്ന്. സർക്കാർ ഉടമസ്ഥതയിലുള്ള വെനസ്വേലൻ എണ്ണ കമ്പനിയായ PDVSA ടാങ്കറുകളിൽ അസംസ്കൃത എണ്ണയും ഇന്ധനവും നിറയ്ക്കുന്നതായി റിപ്പോർട്ട്. നടപടി വെനസ്വേലയുമായി ബന്ധപ്പെട്ട കപ്പലുകൾ പിടിച്ചെടുക്കാനുള്ള US നീക്കങ്ങൾ തുടരുന്നതിനിടെ അമേരിക്ക പിടിച്ചെടുത്തത് 3 വെനസ്വേലൻ കപ്പലുകൾ. ലണ്ടനിലെ പാലസ്തീൻ അനുകൂല പ്രതിഷേധത്തിനിടെ സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തൻബർഗ് അറസ്റ്റിൽ. ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തതായി UK ആസ്ഥാനമായുള്ള പ്രിസണേഴ്സ് ഫോർ പാലസ്തീൻ ക്യാമ്പയിൻ ഗ്രൂപ്പ്. പാലസ്തീൻ ആക്ഷൻ തടവുകാരെ പിന്തുണയ്ക്കുന്നു, വംശഹത്യയെ എതിർക്കുന്നു എന്നെഴുതിയ ബോർഡ് കൈവശം വെച്ചതിന് ഭീകരവാദ നിയമപ്രകാരമാണ് അറസ്റ്റ്. ചെമ്പ് കൊബാൾട്ട് ധാതു സംസ്കരണം താൽക്കാലികമായി നിർത്തിവച്ചതായി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. നടപടി നിയമവിരുദ്ധ കയറ്റുമതി തടയുന്നതിനും സുതാര്യത മെച്ചപ്പെടുത്തുന്നതിനും. ചെമ്പ് കൊബാൾട്ട് ധാതുക്കളുടെ ആഗോള ഉൽപാദനത്തിന്റെ 70% സംഭാവന ചെയ്യുന്ന രാജ്യമാണ് കോങ്കോ. കൊമേഡിയനും നടനുമായ റസൽ ബ്രാൻഡിനെതിരെ ലൈംഗികാതിക്രമ കേസ് ചുമത്തി ബ്രിട്ടീഷ് പോലീസ്. പുതിയ കുറ്റങ്ങൾ 2 സ്ത്രീകൾ നൽകിയ പരാതിയെ തുടർന്ന്. പാകിസ്ഥാനിൽ പുകവലിയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് അമ്മ 16-കാരിയായ മകളെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. പൊതുസ്ഥലത്ത് വെച്ച് പുകവലിക്കുന്നത് മകൾ എതിർത്തതിനെ തുടർന്നുള്ള വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ബഹാവൽപൂർ ജില്ലയിലുള്ള ബസ്തി സോക്കർ പ്രദേശത്താണ് സംഭവം. പ്രതി നബീല അഹമ്മദ് അറസ്റ്റ്. സൗദി അറേബ്യയിൽ ഇൻവെസ്റ്റർ പ്രീമിയം റെസിഡൻസി അപേക്ഷാ ചട്ടങ്ങളിൽ ഭേദഗതി. നിക്ഷേപകർ 7 മില്യൺ റിയാലിന്റെ മൂലധനം അപേക്ഷയോടൊപ്പം തന്നെ തെളിയിക്കണം. നേരത്തെ നിക്ഷേപം തെളിയിക്കാൻ നൽകിയിരുന്ന 2 വർഷത്തെ സാവകാശം പുതിയ മാറ്റത്തോടെ ഇല്ലാതായി. റോമിനെ ഭക്തിസാന്ദ്രമാക്കി വില്ലാ മാധുരിയുടെ 3ാമത് മണ്ഡലം ചെറുപ്പ് മഹോത്സവം നടന്നു. റോമിലെ വില്ലാ മാധുരി ശ്രീകൃഷ്ണ ക്ഷേത്ര ടീമിന്റെ നേതൃത്വത്തിലാണ് ചെറുപ്പ് മഹോത്സവം സംഘടിപ്പിച്ചത്. സർബോജോനിൻ ഹിന്ദു പൂജാമന്ദിറിൽ വെച്ച് നടന്ന ചടങ്ങുകളിൽ ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ശ്രീ ഗൌരി നായക ശർമ്മ ഗണേശ ഗുരുക്കൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബിസിനസ് വാർത്തകൾ. 2025 ആഗോള കാറ്റാടി വിപണിയിൽ 3ാം സ്ഥാനം തിരിച്ചുപിടിച്ച ഇന്ത്യ. 2025 ഇന്ത്യ 6.2 ഗിഗാവാട്ട് കാറ്റാടി പദ്ധതികൾ കൂട്ടിച്ചേർക്കുമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട്. ഇത് ആഗോളതലത്തിൽ 3ാം സ്ഥാനം വീണ്ടെടുക്കാനും 2ാം സ്ഥാനത്തുള്ള US-ഉമായുള്ള വിടവ് കുറയ്ക്കാനും സഹായിക്കുമെന്ന് റിപ്പോർട്ട്. 2025 നേരിട്ടുള്ള ഇക്വിറ്റി നിക്ഷേപകർ അറ്റ വിൽപ്പനക്കാരായി മാറുന്നു. വിപണിയിലെ തിരുത്തലും ചാഞ്ചാട്ടവും നിക്ഷേപകരെ ബാധിച്ചതിനാൽ 2025 വ്യക്തിഗത നിക്ഷേപകർ ഇക്വിറ്റികളിൽ നിന്ന് 8,000 കോടിയിലധികം രൂപ പിൻവലിച്ചു. നൈറ്റ് ഫ്രാങ്ക് ഇന്ത്യയുടെ അഫോർഡബിലിറ്റി ഇൻഡെക്സ് റിപ്പോർട്ട് പുറത്ത്. 2025 ഇന്ത്യയിലെ 8 മികച്ച നഗരങ്ങളിൽ 7ലും ഭവന വായ്പാ പലിശ നിരക്കുകൾ കുത്തനെ കുറഞ്ഞതായും ഭവന വായ്പകൾ കൂടിയതായും റിപ്പോർട്ട്. 2025 ഫെബ്രുവരി മുതൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് 125 ബേസിസ് പോയിന്റ് കുറച്ചതിനെ തുടർന്നാണ് പുരോഗതി.
2026 ഇരട്ടാക്ക വളർച്ച ലക്ഷ്യമിടുന്നതായി സാംസങ് ഇന്ത്യ. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്ന് കമ്പനി. 25 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് ജൈവ കൃഷി നടപ്പിലാക്കാൻ മഹാരാഷ്ട്ര. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കൊപ്പം കൃഷിയിലും അനുബന്ധ മേഖലകളിലും വലിയ തോതിലുള്ള ഹരിത തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സംസ്ഥാനത്ത് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കൃഷി സമ്പ്രദായം കെട്ടിപ്പടുക്കുമെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. ഇന്ത്യയുടെ മൂലധന വിപണി അടിസ്ഥാന സൗകര്യങ്ങൾ 2025 സാമ്പത്തിക വർഷത്തിൽ 70,000 കോടിയിലെത്തി. വളർച്ച നേടിയതിൽ ഭൂരിഭാഗവും ബ്രോക്കർമാരും എക്സ്ചേഞ്ചുകളുമെന്ന് ജെഫ്രീസിന്റെ റിപ്പോർട്ട്. ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഓഹരികൾ 8% ഉയർന്നു. കമ്പനിക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമെതിരെ ഓൺലൈൻ ബ്ലോഗ് പോസ്റ്റിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് വിശദീകരണം നൽകിയതിനെ തുടർന്നാണ് ഓഹരികൾ ഉയർന്നത്. അംബുജ സിമന്റ്സിന്റെ ഓഹരികൾ ഉയർന്നു. ഗ്രൂപ്പ് സ്ഥാപനങ്ങളായ ACCയും ഓറിയന്റ് സിമന്റും ഉൾപ്പെടുന്ന ലയന വികസനം കമ്പനി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഓഹരി ഉയർന്നത്. സിമന്റ് ബിസിനസ് ഘടന ലളിതമാക്കാനുള്ള അദാനി ഗ്രൂപ്പിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ് നീക്കം. കായിക വാർത്തകൾ. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം 2020യിലും ഇന്ത്യയ്ക്ക് അനായാസ ജയം. ശ്രീലങ്ക ഉയർത്തിയ 129 റൺസ് വിജയലക്ഷ്യം 11.5 ഓവർ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. ഇന്ത്യയുടെ വിജയം എളുപ്പമാക്കിയത് അർദ്ധ സെഞ്ചുറി നേടിയ ഷഫാലി വർമ്മയുടെ പ്രകടനം. ICCയുടെ വനിതാ T20 റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കി ഇന്ത്യൻ ഓൾറൗണ്ടർ ദീപ്തി ശർമ്മ. താരം ബൌളർമാരുടെ പട്ടികയിൽ 1ാം റാങ്കിലെത്തി. കരിയറിൽ താരം 1ാം സ്ഥാനത്തെത്തുന്നത് ഇതാദ്യം. ബ്രസീൽ ഇതിഹാസ താരം നെയ്മർ ജൂനിയർ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. കാൽമുട്ടിലെ ലിഗമെന്റിനേറ്റ് പരിക്കിന് നടത്തിയ ശസ്ത്രക്രിയ വിജയകരമായിരുന്നെന്ന് താരത്തിന്റെ ബാല്യകാല ക്ലബ്ബായ സാന്റോസ്. ശസ്ത്രക്രിയ നടന്നത് ബ്രസീൽ ദേശീയ ടീം ഡോക്ടർ റോഡ്രിഗോ ലാസ്മറിന്റെ നേതൃത്വത്തിൽ. ബേൺമൌത്ത് മുന്നേറ്റ താരം ആന്റോയിൻ സെമനിക്കോയെ ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിലെത്തിക്കാൻ ചെൽസി നടത്തിയ നീക്കം ഉപേക്ഷിച്ചു. ഖാന താരത്തെക്കുറിച്ച് ചെൽസി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരിശീലകൻ തൃപ്തനായില്ലെന്ന് വിവരം. 2026 വേണ്ടി പുതിയ താരങ്ങളെ നിരീക്ഷിക്കാനാണ് ചെൽസിയുടെ തീരുമാനം. 2026 T20 ലോകകപ്പ് ടീമിൽ നിന്ന് ശുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കിയ സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് ഖൈഫ് രംഗത്ത്. ഏഷ്യാകപ്പിൽ വൈസ് ക്യാപ്റ്റനായി ഉയർത്തിക്കാട്ടിയ ശേഷം ലോകകപ്പ് ടീമിൽ നിന്ന് ഗില്ലിനെ തഴഞ്ഞത് സെലക്ടർമാരുടെ ഭാഗത്തുനിന്നുള്ള ആസൂത്രണമില്ലായ്മയെന്ന് കുറ്റപ്പെടുത്തൽ. ഡിസംബർ 15 മുതൽ 20 വരെ നടന്ന രണ്ടാമത് ദേശീയ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ചാമ്പ്യന്മാർ. ഫൈനലിൽ ഒഡീഷയെ പരാജയപ്പെടുത്തി കിരീടം സ്വന്തമാക്കി. മികച്ച ബൌളറായി മൃദുലയും മികച്ച ബാറ്റ്സ്മാൻ കിരണും മികച്ച താരമായി തെരഞ്ഞെടുത്ത വൃന്ദയും കേരള താരങ്ങളാണ്. UAEയിലെ ആദ്യത്തെ ക്രിക്കറ്റ് കേന്ദ്രീകൃത ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. ഡാന്യൂബ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനും മിസ്റ്റർ ക്രിക്കറ്റ് UAE എന്നറിയപ്പെടുന്ന അനീസ് സാദിന്റെ നേതൃത്വത്തിലുള്ള പ്ലാറ്റ്ഫോമിന്റെ ലോഞ്ച് ദുബായിൽ നടന്നു. കായിക വിനോദത്തിലേക്ക് കൂടുതൽ സ്വാധീനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പ്ലാറ്റ്ഫോം ഒരുക്കുന്നത്. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ഷെയ്ൻ നിഗം പോലീസ് യൂണിഫോമിൽ വീണ്ടുമെത്തുന്ന ദൃഢം എന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത്. SI വിജയ് രാധാകൃഷ്ണൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സംവിധായകൻ ജിത്തു ജോസഫ് ഒരുക്കുന്ന ചിത്രം വലതുവശത്തെ കള്ളൻ റിലീസ് ഡേറ്റ് പുറത്ത്. റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മോഷൻ വീഡിയോ പുറത്തിറങ്ങി. ചിത്രം ജനുവരി 30 തിയേറ്ററുകളിലെത്തും. ഓഗസ്റ്റ് സിനിമ, സിനി ഹോളിക്സ്, ബെഡ് ടൈം സ്റ്റോറീസ് തുടങ്ങിയ ബാനറുകളിൽ ഷാജി നടേശൻ നിർമ്മിക്കുന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് ഡിനു തോമസ് ഈലൻ. ഫാക്ട് ചെക്ക്. പാകിസ്ഥാനിൽ മുസ്ലിം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ച ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഇസ്ലാമിസ്റ്റുകൾ തട്ടിക്കൊണ്ടുപോയെന്ന രീതിയിൽ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. 17 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 46-കാരന് വിവാഹം ചെയ്തു കൊടുത്തുവെന്ന തലക്കെട്ടോടെയാണ് പോസ്റ്റ് പ്രചരിക്കുന്നത്. എന്നാൽ ഈ വർഷം ഏപ്രിൽ മാസം പാകിസ്ഥാനിലെ ബെഹാരിയിൽ ട്രാൻസ്ജെൻഡർ യുവതിക്കെതിരെ നടന്ന അതിക്രമത്തിന്റെ ദൃശ്യമാണിത്. ലേറ്റസ്റ്റ് ന്യൂസ്. തുർക്കിയിൽ വിമാനാപകടത്തിൽ ലിബിയൻ സൈനിക മേധാവി ജനറൽ മുഹമ്മദ് അലി അൽ ഹദാദ് അടക്കം 4 പേർ മരിച്ചു. തുർക്കിയുടെ തലസ്ഥാനമായ ആങ്കറയിൽ നിന്നും വിമാനം പറന്നുയർന്ന അരമണിക്കൂറിനുള്ളിലായിരുന്നു അപകടം. ഗോവ നിശാ ക്ലബിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് അറസ്റ്റിലായ നിശാ ക്ലബ് മാനേജർമാർക്ക് ജാമ്യം അനുവദിച്ച് ഗോവ കോടതി. ജനറൽ മാനേജറുടെ ജാമ്യാപേക്ഷ തള്ളി. ബംഗ്ലാദേശിലെ ആൾക്കൂട്ട കൊലപാതകത്തെ പിന്തുണയ്ക്കുന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് അസമിലെ കാംരൂപ് ജില്ലയിൽ യുവാവ് അറസ്റ്റ്.
ഇന്ത്യയുമായി അനുരഞ്ജന ശ്രമവുമായി ബംഗ്ലാദേശ്. ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കാൻ ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടത്തിന് ഉദ്ദേശമില്ലെന്നും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധയെന്നും ഇടക്കാല സർക്കാരിന്റെ ധനകാര്യ ഉപദേഷ്ടാവ് സാലഹുദ്ദീൻ അഹമ്മദ്. പാലക്കാട് നെന്മാറയ്ക്കടുത്ത് ചാത്തമംഗലത്തെ എഴുന്നള്ളത്തിനിടെ ഇടഞ്ഞോടിയ ആനയെ തളച്ചു. തൃശൂരിൽ നിന്ന് എലിഫന്റ് സ്ക്വാഡ് എത്തിയാണ് തളച്ചത്. കിട്ടിയത് അസമിലുണ്ടായ വൻ സംഘർഷത്തിൽ 2 പേർ മരിച്ചു. കർബി ഗോത്ര വിഭാഗത്തിന്റെ സമരമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കുരുക്കായി ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ അയച്ച കത്ത്. എപ്സ്റ്റീൻ ജയിലിൽ കഴിയുന്ന സമയത്ത് ജയിലിൽ കഴിയുന്ന മറ്റൊരു ലൈംഗിക കുറ്റവാളി ലാറി നാസറിന് അയച്ച കത്തിലാണ് പ്രസിഡന്റ് കൊച്ചു പെൺകുട്ടികളുമായി സ്നേഹം പങ്കിടുന്നുവെന്ന് എപ്സ്റ്റീന്റെ പരാമർശം. 100 ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്.